എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023-2024 8ാം സ്റ്റാൻഡേർഡിലെ മാത്സ് എക്സാമിൻ്റെ ആനുവലിലെ ക്വസ്റ്റ്യൻ പേപ്പറിനോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരുമിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഇൻ ദ ഫിഗർ AC ഈക്വൽ ടു BC ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ആംഗിൾ C ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് AB എത്രയാണ്, അതായത് AC BCയും ഈക്വൽ ആണ്, ACയും BCയും ഈക്വൽ ആണ്. പിന്നെന്താ, ആംഗിൾ C അല്ലേ. അപ്പൊ AC എന്ന് പറയുന്ന ലൈനിന്റെയും BCയുടെയും വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താ, ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എന്ത് ട്രയാങ്കിൾ ആണ്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇക്വലേറ്റർ ട്രയാങ്കിൾ പ്രത്യേകത എന്താ, ഇതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, അതുപോലെ സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ACയും BCയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ AB എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ AB എത്രയായിരിക്കും, 5 സെന്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ A അല്ലെ, ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു ആംഗിൾ 60 എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പൊ ഈ 180 ഡിഗ്രിയിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള 60 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 120 ഡിഗ്രി കിട്ടും. ഈ 120 ഡിഗ്രി ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന് നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് 120 നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, 60 ഡിഗ്രിയാണ് കിട്ടുക. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If 5 is subtracted from 5 times of a number gives 100. What is the number? എന്താ അതിന്റെ അർത്ഥം? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 5 കുറച്ചാൽ 100 കിട്ടും എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംഖ്യ X എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, 5x ചെയ്യും അല്ലെ. ഈ 5x എന്ന് പറയുന്നത് എന്താ, 5x എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഉത്തരമുണ്ട്. ആ ഉത്തരത്തിൽ നിന്നും നമ്മൾക്ക് 5 കുറച്ചാൽ ഇതിന്റെ നോക്കൂ. അപ്പൊ നമ്മൾ ഇതിന് x എന്ന് കൊടുത്തു. അപ്പൊ 5x 5 മടങ്ങ് 5x, അതായത് അതിൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 5 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ 100 കിട്ടുക. അപ്പൊ നമുക്ക് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, കൂട്ടി കൊടുക്കാം. അപ്പൊ 100ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ എത്ര കിട്ടുക, 105 കിട്ടും. അപ്പൊ 5x ഈക്വൽ ടു 105. ഇനി 5xൽ നിന്ന് x കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഇവിടെ ഇൻറ്റു ആണ് അല്ലെ, 5 ഇൻറ്റു x ആണ് 5x. എക്സിന് ഇവിടെ നിർത്തി നമുക്ക് 5നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താ, ഇൻറ്റു പോയിട്ട് എന്താവും, ഡിവിഷൻ ആവും. അപ്പൊ 105 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 21. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് ഏതാ, 21 ആണ്. അടുത്ത് നമുക്ക് നോക്കാം. In the figure MNOPQ is a regular pentagon. What do you mean by regular pentagon? റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇന്നർ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആണ് അല്ലെ. പെന്റഗൺ ഓക്കെ, പെന്റഗൺ 5 സൈഡിലാണ്. പക്ഷെ റെഗുലർ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമുക്ക് അറിയാം റെഗുലർ പെന്റഗൺ എന്താണ്, അതിലെ 5 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 5 ആംഗിൾസ് ഈക്വൽ ആണ്. എങ്കിൽ ഇവിടെ നോക്കാം, ഒരു പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇന്നർ ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, അതായത് 540 കിട്ടണം. എല്ലാം കൂടി ചെയ്യുമ്പോൾ 540 കിട്ടണം. ഈ 540 അതിലത്തെ ഒരെണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം ഇവിടെ 5 ആംഗിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 5 ആംഗിൾസ് ഉള്ളത് കൊണ്ട് തന്നെ 540ൽ നിന്ന് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടും. അതെത്രയാ, 540 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, 108 കിട്ടും. അപ്പൊ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താ, 108. അപ്പൊ എല്ലാം എന്ത് തന്നെയായിരിക്കും, 108 തന്നെ ആയിരിക്കും. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ആംഗിൾ OPQ ആണ്. OPQ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഇന്നർ ആംഗിൾ ആണ്. ക്ലിയർ. ഇനി നോക്കാം അടുത്തത്. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണ്. ഇത് ഏത് തരം ത്രികോണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനിൽ അല്ലെ. ഇക്വലേറ്റർ ട്രയാങ്കിൾ സമം അല്ലെ. അതെന്താ, അതിന്റെ പ്രത്യേകത, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, എല്ലാ ആംഗിൾസും സെയിം റേഷ്യോയിൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്താ പറയുക, അതിനെ പറയുന്ന പേരാണ് സമഭുജ ത്രികോണം, അതല്ലെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ അളവ് എത്രയാണ്, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വേണ്ട, 180 ആണ്.
അപ്പൊ 180 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 60 കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? അടുത്തത് 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് കൊടുക്കുന്നത്. എങ്കിൽ നോക്കാം. ഇവിടെ നോക്കൂ, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എങ്കിൽ ഇവിടെ നോക്കൂ, എ തന്നിട്ടുണ്ട് 146 സ്ക്വയർ മൈനസ് 145 സ്ക്വയർ എന്ന്, അല്ലേ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എങ്കിൽ ഇവിടെ നോക്കിക്കേ, 140 എയുടെ സ്ഥാനത്ത് ഏതാ? 146, ബിയുടെ സ്ഥാനത്ത് 145 ആണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിക്കേ, 146 പ്ലസ് 145 ഇൻറ്റു 146 മൈനസ് 145. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് 291 കിട്ടുക. അതായത് 146 പ്ലസ് 145 എന്നുള്ളത് 291, 146 മൈനസ് 145 ചെയ്യുമ്പോൾ എന്താ വരിക? 1 ആണ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 291 ഇൻറ്റു 1, 291 തന്നെയാണ് ആൻസർ വരുന്നത്. ഇനി ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അല്ലേ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 31 ഇൻറ്റു 20 കണക്കാക്കുക എന്നാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ 31 ഇൻറ്റു 29 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എയുടെ പ്ലേസ് സെയിം ആണ്, അല്ലേ? ഇവിടെ നോക്കൂ, എയുടെ പ്ലേസ് സെയിം ആണ്. 146 മുകളിൽ കൊടുത്തത്, ഇവിടെയും 146 തന്നെയാണ് നമ്മൾ ചെയ്ത്. എ സ്ക്വയർ 146, ബി സ്ക്വയർ. ഈ ഒരു 146 പ്ലസ് 145, 146 മൈനസ് 145, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഒരു മൈനസും വരുന്നുണ്ട്. ഇതേ ഫോമിലേക്ക് നമ്മൾ എന്തിനു മാറ്റണം? 31നെയും 29നെയും മാറ്റണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 31നെ 30 പ്ലസ് 1, അപ്പോൾ 30 പ്ലസ് 1 ഇൻറ്റു 29 എന്ന് പറഞ്ഞാൽ എന്താ? 30 മൈനസ് 1 നമുക്ക് ചെയ്യാം. 30 മൈനസ് 1. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനായി? അല്ല, ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A person deposited 20,000 rupees in a bank which pay 10% interest compound annually. അല്ലെ, ഇതെവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? അതെ, 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചത്. അത് നമുക്ക് ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 20,000 ഇൻറ്റു 10% ആയതുകൊണ്ട് 10/100, 2000 രൂപ കിട്ടി. ഇൻട്രസ്റ്റ് 2000 രൂപ കിട്ടി. ഇനി ഈ 2000 കിട്ടുമ്പോൾ ആദ്യത്തെ 20,000 രൂപയും അതിന്റെ കൂടെ ഈ 2000 രൂപയും കൂടെ, അല്ല, ഈ 2000 രൂപ എന്ന് പറയുമ്പോൾ മൊത്തം രണ്ടാമത്തെ വർഷം തുടക്കത്തിൽ എത്രയായിട്ടുണ്ടാവും? ഇതാണ് രണ്ടാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ എത്രയുണ്ടാവും? കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഇയർത്തെ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് 2000-ഉം ഈ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് 20,000-ഉം ഈ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് ആയ 2000 രൂപ, 22,000 രൂപയുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിൽ രണ്ടാമത്തെ വർഷം നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? 20,000 ആണോ? അല്ല, ഈ മൊത്തം എത്ര കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ അക്കൗണ്ടിൽ 22,000 ഉണ്ട്, അല്ലേ? ആ 22,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,200, 2,200 രൂപ കിട്ടും. ഈ 2,200 രൂപ പ്ലസ് 22,000, അല്ലെ? ആ വർഷം രണ്ടാമത്തെ വർഷം തുടക്കത്തില് 22,000 രൂപയുണ്ടായിരുന്നു. ഈ 22,000 ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 2,200 രൂപയും കൂടെ കൂട്ടിയിട്ട് 24,200 രൂപയാണ് എന്ത് ചെയ്യുക? 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് എമൗണ്ട് കിട്ടുന്നത്, വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ PQRS ഈസ് എ ക്വാഡ്രിലേറ്ററൽ. QS എന്ന് പറഞ്ഞ 10 സെന്റിമീറ്റർ ആണ്. അതിൽ PA 4 സെന്റിമീറ്റർ ആണ്. BR 5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ PQS ആൻഡ് ദ ട്രയാങ്കിൾ RQS? ഏതാണ് ഇവിടെ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? PQS എന്നുള്ളതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ലെങ്ത്, അല്ലെ? ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? ഇതാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള PA എന്നുള്ളത്. അത് ഓൾറെഡി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാം. മൊത്തം ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? കോർഡിലേറ്ററിന്റെ ഹൈറ്റ് എന്തായിരിക്കും പറയാ?
സം ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ ആർ ക്യു എസ് എന്നാണ് അല്ലേ. അപ്പൊ ആർ ക്യു എസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 5+4. നോക്കൂ, ഇവിടെ ഒരു മത്സര പരീക്ഷ ക്യൂസിൽ പങ്കെടുത്ത കുട്ടികളുടെ സ്കോർ തന്നിട്ടുണ്ട്. 0 to 5 to 5 to 10 6, 10 to 15 11, 15 to 25, 20 to 25 1 എന്ന്. അപ്പോൾ ഇതിനെ നോക്കിയിട്ട് വേണം താഴത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്യൂസ് കോമ്പറ്റീഷൻ? ക്യൂസ് കോമ്പറ്റീഷനിൽ എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്? നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ കോളം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 25 എന്ന്. ഇൻ വിച്ച് ക്ലാസ് ഡസ് സ്കോർ ഓഫ് ദ ഫസ്റ്റ് പ്ലേസ്ഡ് ചൈൽഡ് ബിലോ? നമുക്കറിയാം ഫസ്റ്റ് പ്ലേസ് ഒരു കുട്ടിക്ക് കിട്ടുള്ളൂ അല്ലേ. അത് ഏതിലാണ് ഇരിക്കുന്നത് ആ കുട്ടി എന്ന് പറയുന്നത്? ആ കുട്ടി കിടക്കുന്നത് 20 to 25 അല്ലെ. 20 to 25 എന്ത് ചെയ്യണത്? ആ കുട്ടി ഫസ്റ്റ് കിട്ടിയ കുട്ടി ഇരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു സ്കോർഡ് മോർ ദാൻ 10? 10ൽ കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം. അതായത് 10ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? 11 മുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾ അല്ലേ. 11 മുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾ അതൊക്കെയാ 10 to 15 വരും, 15 to 20, 20 to 25 ഇടയിൽ വരുന്ന എല്ലാ കുട്ടികളും എന്താ 10ന് മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികളാണ്. അത് എത്ര പേരുണ്ട്? 11 + 5 + 1 17 കുട്ടികളാണ് ഉള്ളത്. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് പോവാം. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇസ് എ റെക്ടാങ്കിൾ ആണ്. ഒരു ചതുരമാണ് കൊടുത്തിരിക്കുന്നത്. എ ബി = 7 സെന്റിമീറ്റർ, എ ഡി = 4 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡും തന്നിട്ടുണ്ട്. ഇനി എ പി = സി ക്യു ഇസ് എ 2 സെന്റിമീറ്റർ. എന്താണ് എ പി എന്ന് പറയുന്നത് സി ക്യു എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ പി ബി ആൻഡ് ക്യു ഡി? പി ബിയും അതുകൂടാതെ ക്യു ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഇവിടെ നോക്കിക്കേ, മൊത്തം എ ബി എന്ന് പറയുന്നത് എന്താ 7 സെന്റിമീറ്റർ. അപ്പോ സിയും ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അവിടെ നിന്ന് എ എന്ന് പറയുന്നതിൽ നിന്നും പിയിലേക്കുള്ളത് നമുക്ക് 2 സെന്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ള പി ബി അല്ലെ, ഈ ലെങ്ത് നമുക്ക് എടുക്കണം. പിന്നെ ഇവിടെ നോക്കും, മുകളില് സിയും ക്യൂവും 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോ ഇതില് മൊത്തം എത്ര ലെങ്താ നമുക്ക് പോയിരിക്കുന്നത്? ലംബ ദൂരമാണ് പറയുന്നത്. ലംബ ദൂരം എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് അല്ലെ, ഇതാണ് ദൂരം ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4. എത്രയാണ്? 4. ഇവിടെ എത്ര കുറഞ്ഞാലും ലംബ ദൂരം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ലംബ ദൂരം വരുന്നത്? ലംബ ദൂരം വരുന്നത് നമ്മുടെ ലംബദൂരം ഈ ഒരു ഹൈറ്റ് ആയിരിക്കും ലംബദൂരം വരുന്നത്. ഹൈറ്റ് എത്രയാണ് നമ്മളുടെ? അതേ ഈ 4 സെന്റിമീറ്റർ ആണ് ലംബദൂരം. ഇനി പി ബിയുടെ നീളം എത്ര? പി ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ബി എന്നുള്ളത് 7 സെന്റിമീറ്റർ ആണ്. അതിൽ എ പി എന്നുള്ള നീളം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര? മൊത്തം 7, 7ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം പി ബി ക്യു ഡി. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാലോ, റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതായത് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് പാരലലോഗ്രാമിന്റെ ഇക്വേഷനും. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ പി ബി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 5 ഇനി ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? നമുക്ക് ഇവിടെ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ലൈനിൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 4 സെന്റിമീറ്റർ മാറ്റിയില്ല. 4 സെന്റിമീറ്റർ ഒരു സൈഡിൽ അതിനുശേഷം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ മെഷർ ചെയ്യാം. ഇതിന് തുടക്കം നോക്കി -70 ഡിഗ്രിയിൽ -6 നല്ല രീതിയിലൊരു
y എന്നുള്ളത് -3 ആർക്ക് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ തന്നിരിക്കുന്നുണ്ട്. x into y ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. കോമ്പസിൽ നമുക്ക് 4 സെന്റിമീറ്റർ x into y എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക -6 into -3 ആ മാർക്ക് മൈനസ് പോസിറ്റീവ് ആയിട്ട് മാറും. 6 into 3 70 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്ത് അടുത്തത് പറഞ്ഞിട്ട് x മൈനസ് y ആണ്. കോമ്പസ് യൂസ് ചെയ്തിട്ട് x മൈനസ് y എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക മനസ്സിലായി -5 മൈനസ് ഈ ലൈനും -3 ആണ്. മൈനസ് പ്ലസ് ആയിട്ട് മാറും. എന്ത് വരും -6 + 3 -3 ആണ്. അടുത്തത് നോക്കാം x പ്ലസ് y ആണ്. ഈ -6 പ്ലസ് -y രണ്ടും ഒരേ ചിഹ്നം തന്നെയാണ്. അത് ആഡ് ചെയ്യാനാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക ലൈന് ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഒരേ പ്ലസ് ആഡ് ചെയ്തതിനു ശേഷം അതേ ഇവിടെ പിയും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് 40 ഡിഗ്രി ഇവിടെ നെഗറ്റീവ് 90 ഡിഗ്രി മെഷർ ചെയ്ത് അടുത്ത x/y ആണ്. അപ്പോൾ -6/-3 ഈ ലൈനും 2 ആയിരിക്കും ആൻസർ അല്ലേ. ഈ ലൈൻ നമ്മൾ നല്ല നീളത്തിൽ വരച്ചു കഴിഞ്ഞ ശേഷം ഇനി ഒരു പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The area of the rhombus is 12 centimeter and the length of one of its diagonal is 6 centimeter. നെക്സ്റ്റ് നമുക്ക് നോക്കാം. In the figure ABCD is a quadrilateral angle D 80 degree. എന്താണ് ഇവിടെ ആംഗിൾ ഡി എന്ന് പറയുന്നത് 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 80 ഡിഗ്രിയാണ് എങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ ആംഗിൾ എ പ്ലസ് ബി പ്ലസ് ആംഗിൾ സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആംഗിള് മൊത്തം 4 കൂടെ കൂട്ടുമ്പോൾ 4 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ 360 ഡിഗ്രി ആണ് കിട്ടുക അല്ലേ. 360 ഡിഗ്രി കിട്ടും. ആ 360 ഡിഗ്രിയിൽ നിന്നും നമുക്കെന്താ ഈ 360 ഡിഗ്രി നിന്ന് 80 കുറയ്ക്കുക മൈനസ് ചെയ്യുമ്പോൾ 280 കിട്ടും. ഈ 280ന്റെ 1/4 ഭാഗം ആംഗിൾ എ ആയിരിക്കും. അതുപോലെ 1 ആംഗിൾ അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. റേഷ്യോ എന്തൊക്കെ തന്നിരിക്കുന്നത് ആംഗിൾ എയുടെ റേഷ്യോ ബി ആംഗിൾ എയും ബി 1:1:2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വേണമെന്നാ പറഞ്ഞിരിക്കണേ 3 കൂടെ കൂട്ടുമ്പോൾ 280 ആവണം. ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1:2 ആണ്. അപ്പൊ നമ്മൾ കിട്ടിയിട്ടുള്ള 280ന് നമ്മൾ എന്ത് ചെയ്യും മൊത്തം 1ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 2 2 2 4 വരും. അപ്പോൾ 1/4 ഏതാ 70 അത് ആംഗിൾ എ. അതുപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 280ന്റെ 1/4 സെയിം ആണല്ലേ അത് 70. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് എന്താ 1:1:2 ആണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ 2/4 മൊത്തം 4 2 ഭാഗം ആരാണ് ആംഗിൾ സി ആണ്. അപ്പോൾ ഓരോ ആംഗിളിന്റെയും അളവ് കിട്ടി. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് റേഷ്യോസ് തന്നിട്ടുള്ളത് വെച്ചിട്ട്. നെക്സ്റ്റ് നോക്കാം. അടുത്ത് നമുക്ക് വരയ്ക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 40 ഏകദിന മത്സരങ്ങളിൽ നേടിയ റൺസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് മത്സരം മൊത്തം 40 കളികൾ കളിച്ചിട്ടുണ്ട് അയാൾ. ഇതിൽ 0 മുതൽ 20 വരെ റണ്ണ് നേടിയത് 5 ദിവസം. 20 × 40 7, 40 × 60 6, 60 × 80 12, 80 × 100 4, 100 × 12 6. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഹിസ്റ്റോഗ്രാം ആണ് അല്ലെ. ഹിസ്റ്റോഗ്രാം ആണ് സിമ്പിൾ ആണ് നമുക്ക് വരയ്ക്കാം. ഒരു എന്താ നമുക്കൊരു എക്സ് ഉണ്ട് വൈ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. താഴത്ത് നമ്മൾ കൊടുക്കുന്നത് ക്ലാസ് ഇന്റർവെല്ലായിരിക്കും താഴത്ത് കൊടുക്കുന്നത്. മുകളിൽ നമ്മൾ സൈഡിൽ കൊടുക്കുന്നത് എന്താ എണ്ണമായിരിക്കും കൊടുക്കുക നമ്മൾ. അത് വേണമെങ്കിൽ നമുക്ക് 1 2 3 4 5 6 എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയതിൽ 12 ആയതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ പിക്ചർ വലിയ പിക്ചറായി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു 2 4 6 8 എന്നുള്ളൊരു നമ്പറാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഭംഗിയിൽ ഏതാണ് തോന്നുന്നത് അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കാം നമുക്ക്. The area of the rhombus is 12 square centimeter and the length of one of its diagonal is 6 centimeter. ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ ഒരു റോംബസ് ആണ്. ആ റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്.
എങ്കിൽ അതിന്റെ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഡയഗണലും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഏരിയ കിട്ടുന്നത് അല്ലേ. അതായത് ഡയഗണൽ ഇൻറ്റു ഡയഗണൽ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 12, അതുപോലെ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, 1/2 ഇൻറ്റു 6 ഇൻറ്റു നമുക്ക് സെക്കൻഡ് ഡയഗണലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സെക്കൻഡ് ഡയഗണലിനെ ഇങ്ങോട്ട് നിർത്താം. അപ്പോൾ 6ന്റെ ഹാഫ് എത്രയാ, 1/2 ഇൻറ്റു 6 3 ആണ്. ആ 3 നമുക്ക് എന്ത് പോവാം, ഈക്വൽസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 12 ഇൻറ്റു ഇവിടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 12 ഡിവൈഡഡ് ബൈ 3 4 സെന്റിമീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്, സെക്കൻഡ്. ഇവിടെ നോക്കാം, ഇൻ ദ ഫിഗർ ABCD ഈസ് ആൻ ഐസോസെലസ് ട്രപ്പേസിയം. ഐസോസെലസ് ട്രപ്പേസിയം ആണ്, ശ്രദ്ധിച്ചോണം അല്ലേ. അത് സമപാർശ്വ ലംബകമാണ്. ഇതിൽ AB ഈക്വൽ ടു 13 സെന്റിമീറ്റർ. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ, CD 7 സെന്റിമീറ്റർ, AD 5 സെന്റിമീറ്റർ. CD അല്ലെ, CD 7 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടുപിടി, AE എത്ര ദൂരമാണ് നമുക്ക് നോക്കൂ. താഴത്ത് AB എന്ന് പറഞ്ഞാൽ 13, അതിൽ മുകളിൽ CD 7 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാടെ, DE എന്നുള്ളൊരു ചിത്രം വരച്ചിട്ടുണ്ട് അല്ലെ. DE എന്നുള്ള ചിത്രം വരച്ചിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്നുള്ള AE എന്നുള്ള ഭാഗം എത്രയായിരിക്കും, ഇവിടുത്തെ മൊത്തം നമ്മൾക്ക് എത്രയാ, 13. 13 നിന്നും 7 കുറച്ചാൽ എത്രയായിരിക്കും അതിന്റെ ആൻസറിന് വരുന്നത്, 6 സെന്റിമീറ്റർ. അതിൽ A എന്ന് പറയുന്നത് എത്രയായിരിക്കും, 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നോക്കൂ, CB അല്ലെ, ഇവിടുന്ന് നമ്മൾക്കൊരു ലെങ്ത് ഇങ്ങോട്ട് വരയ്ക്കണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം എന്താണ്, നമുക്ക് കൂട്ടാൻ പറ്റും. മൊത്തത്തിൽ AEയുടെ ഭാഗത്തിൽ മൊത്തത്തിൽ കൂട്ടാൻ പറ്റില്ല അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 7 ആണ്. അപ്പൊ ഇതിന്റെ ഭാഗം 3 സെന്റിമീറ്റർ ആണ്. ഇനി DE കണ്ടുപിടിക്കാൻ വേണ്ടി, DE എത്രയാ, D എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈറ്റ് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ, പൈതഗോറസ് തിയറം അല്ലെ. നമുക്ക് പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, AD തന്നിട്ടുണ്ട്, ഹൈപ്പോനസ്. AD ഹൈപ്പോനസ് ആണ്. AE എന്ന് പറയുന്നത് ബേസ് ആണ്. DE ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ DE സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 5 25. 5 സ്ക്വയർ 25 ആണ്. 25 മൈനസ് 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 25 മൈനസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, റൂട്ട് 16 കിട്ടും. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 സെന്റിമീറ്റർ. അടുത്തത് ഇതിന് നോക്കൂ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഐസോസെലസ് ട്രപ്പേസിയം. ട്രപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 1/2 ഇൻറ്റു അല്ലേ, 1/2 ഇൻറ്റു 13/9 ഇൻറ്റു 4 ആണ്. അതെത്ര കിട്ടും, 40 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഇൻ ദ പാറ്റേൺ ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന പാറ്റേൺ ഇത് എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഉള്ളതായിരിക്കും. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഇൻ ദ പാറ്റേൺ ഗിവൺ ബിലോ, റൈറ്റ് ദ ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, പാറ്റേണിന്റെ അടുത്ത വരി എഴുതുക. ഇവിടെ നോക്കിക്കേ, 3 സ്ക്വയർ മൈനസ് 1, 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 5 അല്ലെ. ഒന്നാമത്തെ പ്ലേസ് എല്ലാം കൂടി വരുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ അടുത്ത വരി എന്തായിരിക്കും, 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ് നമ്മൾ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പൊ 7 സ്ക്വയർ എത്ര വരും, 49 മൈനസ് 5 സ്ക്വയർ 25. അടുത്ത് നോക്കൂ, 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇൻറ്റു 8 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ എത്രയാ, 81. 81 മൈനസ് 49 വരും. 81 മൈനസ് 49 എന്ന് പറഞ്ഞാൽ എന്താ, ആൻസർ എന്താ വരിക, 36 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 8 തന്നതുകൊണ്ട് 8ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 36 കിട്ടുക, 4. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക,
4 എന്നുള്ളതാണ് ആൻസർ. ഇനി 5 സ്ക്വയർ മൈനസ് ഡാഷ് ഈക്വൽ ടു 4 ഇൻറ്റു 14. 15 സ്ക്വയർ എത്രയാ? 15 സ്ക്വയർ അല്ലെ? 15 സ്ക്വയറിൽ നിന്നും ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 4 ഇൻറ്റു 14 ആണ് കിട്ടിയിരിക്കുന്നത്. 4 ഇൻറ്റു 14 എത്രയാ? 4 ഇൻറ്റു 14 അതായത് 5 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ ചെയ്ത ആൻസറും അതുപോലെ 14 ഇൻറ്റു 4 ചെയ്ത ആൻസർ എത്ര തന്നെയായിരിക്കും? 56 അല്ലെ? 56 ആയിരിക്കും ഏതെന്ന് പറയുന്നത് 15 സ്ക്വയർ മൈനസ് 13 സ്ക്വയറിന്റെ ആൻസർ വരുന്നത്. ഇത് നമുക്ക് ഇതേ മോഡൽ ഇതേ തന്നെ ചോദിക്കുന്നില്ല, പക്ഷെ പാറ്റേൺ ഒക്കെ ഏകദേശം നമുക്കത് ആലോചിച്ച് കിട്ടും. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അടുത്ത് എന്താ വരിക എന്നുള്ളത്. അടുത്ത് എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡാഷ്. അത് എത്ര വരിക? 4 ഇൻറ്റു എക്സ് ആണ് വരിക. 4xന്റെ ഇക്വേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഇതെന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമന്റ്സിൽ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.